യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾ പൂർത്തിയായിട്ടും ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ ഓർക്കുന്നു. ഇങ്ങനെയുള്ള സഹോദരന്മാരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം മധ്യസ്ഥത അടച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ള ആരാധനകളൊക്കെ സമർപ്പിക്കുന്നു. ഒരു ഇടവക മാത്രമല്ല, ഒരു ദേശം മുഴുവനായും പെരുന്നാളിൻ്റെ, പെരിയ നാളിൻ്റെ, തിരുനാളിൻ്റെ നല്ല സ്മരണകളോടെ യാത്ര ചെയ്ത് ഒരുപക്ഷേ ഓരോ വർഷവും ഓരോ തിരുനാളിനെ ഇങ്ങനെ വരവേൽക്കുവാൻ തക്കവണ്ണം നാനാജാതി മതസ്ഥരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു ദേശത്തിങ്ങനെ പാർക്കുന്നു എന്നുള്ളത് തന്നെ ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ എത്രമാത്രം ഒരു സമൂഹത്തിൽ ദൈവസന്നിധിയിൽ ഏറെ കൃത്യമായി ഹൃദ്യമായി ജീവിച്ചു എന്നുള്ളതിൻ്റെ ഏറെ ധന്യതയാകുന്ന മുഹൂർത്തങ്ങളാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെയും പരിശുദ്ധന്മാരെയും എല്ലാം നാം സ്മരിക്കുകയും നാം ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിൻ്റെ സന്ദേശം നമ്മളിൽ എത്രമാത്രം അതിലേക്ക് ഇഴുകിച്ചേരുന്നു എന്നുള്ളത് വളരെ പരമപ്രധാനമായൊരു ചോദ്യമാണ്. ഞാനൊരു 2 വർഷം മുമ്പ് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു പെരുന്നാളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ നടത്തിക്കഴിഞ്ഞ് പള്ളിക്ക് മുറ്റത്തിറങ്ങിയപ്പോൾ അന്ന് 122ാമത്തെ ഓർമ്മ പെരുന്നാളായിരുന്നു. ഒരു 80 വയസ്സുള്ള ഒരു പിതാവ് എൻ്റെ അരികിൽ വന്ന് ചോദിച്ചു, അച്ഛാ, 122 വർഷം കഴിഞ്ഞിട്ടും ഒരു പുണ്യവാനെ നാം സ്മരിക്കുന്നുവെങ്കിൽ എൻ്റെ മരണശേഷം 1 വർഷം കഴിഞ്ഞാൽ എന്നെ ആരോർക്കും? 122 വർഷം കഴിഞ്ഞിട്ടും ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായി നമ്മെപ്പോലെ ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു മനുഷ്യൻ ഇഹലോകവാസം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ അണഞ്ഞിരിക്കുമ്പോഴും ആ മനുഷ്യനെ ഏറെ കൃത്യമായി ഏറെ ആദരവോടെ നാം സ്മരിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധനായ ഗീവർഗീയ സഹദ ഉൾപ്പെടെയുള്ള പരിശുദ്ധന്മാർ എല്ലാവരും ഈ കാലയളവിൽ നമ്മോട് സംസാരിക്കുന്നത്. ഞങ്ങൾ നടന്ന വഴികളിൽ, ഞങ്ങൾ തന്ന നല്ല മാതൃകയുടെ തലത്തിൽ ഈ പെരുന്നാൾ കൊണ്ടാടുന്ന ജനസമൂഹം എത്രമാത്രം അതിലേക്ക് ഇഴുകിച്ചേരുന്നു, എത്രമാത്രം ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ ഇടയാകുന്നു, എത്രമാത്രം ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് ക്രിസ്തുമാർഗത്തിൽ സഞ്ചരിക്കുവാൻ ഇടയാകുന്നു എന്നുള്ളത് പരമപ്രധാനമായ ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അവരുടെ ഓർമ്മയെ ഓർക്കുമ്പോൾ എന്താണ് അവർ നമ്മോട് സംസാരിക്കുന്നത്? യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മാർഗമാണ് അവർ തിരഞ്ഞെടുത്തത്. അത് ക്ഷമയുടെ തലമാണ്, അത് സ്നേഹത്തിൻ്റെ തലമാണ്, അത് കരുതലിൻ്റെ തലമാണ്, അത് ചേർത്ത് നിർത്തലിൻ്റെ തലമാണ്. സഹോദരന്മാരുടെ ജീവിതം പരിശോധിച്ചോ, അടികളേറ്റു, പീഡകൾ സഹിച്ചു, പലവിധമായ സങ്കടഭാരങ്ങളിലൂടെ സഞ്ചരിച്ചു. പക്ഷെങ്കിൽ അതൊന്നും അവരെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റി നിർത്തിയില്ല. ഇതാണ് ക്രൂശിലും നാം കാണുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ പറ, ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിൻ്റെ വലിയ ദർശനമാണ്, ക്രിസ്തുവിൻ്റെ വലിയ മാർഗമാണ്. സഹോദരന്മാരും വിശുദ്ധന്മാരും എല്ലാം ഈ ഒരു വലിയ സന്ദേശം നമുക്ക് പകർന്നു തരികയാണ്. അടികളേറ്റപ്പോഴും പീഡകൾ സഹിച്ചപ്പോഴും വധശിക്ഷയ്ക്ക് അത് കാരണമായപ്പോഴും വാളാൽ മുറിക്കപ്പെട്ടപ്പോഴും സ്തെഫാനോസ് സഹദായെ നാം ഓർക്കുമ്പോൾ കല്ലേറുകൾ ശരീരത്തിലേക്ക് പതിച്ചപ്പോഴും ഇവരെല്ലാം സ്വർഗത്തിലേക്ക് നോക്കി
ഇവരെല്ലാം സ്വർഗത്തിലേക്ക് നോക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പിൻപറ്റുവാൻ, ഒന്ന് ആർജിച്ചെടുക്കുവാൻ, ആ ക്ഷമയെ ആർജിച്ചെടുക്കുവാൻ, ആ സ്നേഹത്തെ ആർജിച്ചെടുക്കുവാൻ ഇടയായപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുവല്ലോ, നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കിയിട്ടും ഇന്നും ഈ വിശുദ്ധന്മാർ നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ഈ ദേശത്ത് ഏറെ കൃത്യമായി നിലകൊള്ളുന്നത്. ഒരു വേദഭാഗം ഈ പെരുന്നാളിനോടനുബന്ധിച്ച് അതിനെപ്പറ്റി വലിയ അഗാധമായൊന്നും സംസാരിക്കുന്നില്ല. ഒരു വേദഭാഗം എനിക്ക് തോന്നുന്നു വിശുദ്ധന്മാരുടെയും പരിശുദ്ധന്മാരുടെയും ഒക്കെ പെരുന്നാളിനോട് ചേർന്ന്, അവരുടെ ജീവിതത്തോട് ചേർന്ന് ഈ വേദഭാഗം ഒരല്പം അർത്ഥതലം പകർന്നു തരുന്നു എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ഉം 28-ഉം വാക്യം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ഉം 28-ഉം വാക്യം. അവിടെ ഇങ്ങനെ ഒരു കുറിവാക്യം പൗലോസ് ശ്ലീഹ സാക്ഷിക്കുകയാണ്. അതിങ്ങനെയാണ്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ബാക്കി പറയാമോ? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒരു ചെറിയ വാക്യമാണ്, പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ടാവാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. യഥാർത്ഥത്തിൽ ഈ വാക്യത്തോട് ചേർത്ത് വിശുദ്ധനായ ഗീവർഗീസ് സഹദാ ഉൾപ്പെടെയുള്ള സഹദന്മാരുടെയും പരിശുദ്ധന്മാരുടെയും ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ അവർ നേരിട്ട സഹനത്തിൻ്റെ തലം, അവർ ജീവിതത്തിൽ നേരിട്ട പീഡനങ്ങളുടെ തലം അതെത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. പൗലോസ് ശ്ലീഹായും ഇതിനോട് ചേർന്ന് തന്നെ പറയുകയാണ്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഒരു കഷ്ടതയും ഒരു സങ്കടവും ഒരു ഭാരവും ഒരു വ്യാകുലതയും ഒരു പ്രയാസവും അത് സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഒരു ഗീവർഗീസ് സഹദായെ പോലെ ആ മനുഷ്യൻ കാണിച്ചു തന്ന സത്യമാർഗത്തിൻ്റെ, നീതിയുടെ മാർഗത്തിൻ്റെ തലത്തിൽ ജീവിക്കുവാൻ ഇടയാകുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ? ആ തേജസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ വെട്ടം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ പെരുന്നാളുകളൊക്കെ കൊണ്ടാടുമ്പോൾ നമുക്കറിയാം, നമ്മൾ മനോഹരമായ ലൈറ്റ് ഇടും, മനോഹരമായ വെളിച്ചങ്ങളെല്ലാം പ്രദർശിപ്പിക്കും. ഇത് പെരുന്നാളിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. പക്ഷെങ്കിൽ ഈ പെരുന്നാളിൻ്റെ മൂല്യം, ഈ തിരുനാളിൻ്റെ ശ്രേഷ്ഠത, ഈ സഹദായെ നാം ഓർക്കുമ്പോൾ ഈ വെട്ടം, ഈ വെളിച്ചം, ഈ തേജസ് ഈ പെരുന്നാളിനോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെയും നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് എത്രമാത്രം ജ്വലിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ബലഹീനരാണ്, കുറവുള്ളവരാണ്, പാപികളാണ്, തെറ്റുകാരാണ്. പക്ഷെങ്കിൽ ഈ തെറ്റിനും ഈ കുറവുകൾക്കും ക്ഷമാപണം യാചിക്കുവാൻ നമ്മൾ ഈ ആരാധനയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ വിശുദ്ധന്മാർ ജീവിതത്തിൽ, സമൂഹത്തിൽ, അവർ ജീവിച്ച ചുറ്റുപാടിൽ പകർന്നു നൽകിയ വെളിച്ചത്തിൻ്റെ തലം, വെട്ടത്തിൻ്റെ തലം ഒരു പ്രകാശമായി ജ്വലിക്കുവാൻ ഈ പെരുന്നാൾ മുഖാന്തരം പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രമാത്രം ഇടയാകുന്നു എന്നുള്ളത് വളരെ പരമപ്രധാനമായൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഇതൊരു പ്രകടനമായി, അല്ലെങ്കിൽ ഇതൊരു വലിയ ആഡംബരമായി, അല്ലെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷം ഒരാഘോഷമായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വലിയൊരു മഹാമാരിയിലാണ്. ഞാനിന്ന് ആ പ്രമേൺ സദറ വായിച്ചപ്പോൾ
എൻ്റെ മനസ്സിലത് ഓടി വന്നു. കർത്താവേ, നല്ല മഞ്ഞ്, നല്ല മഴ അതാത് കാലത്ത്. ഒരു 25 വർഷം മുമ്പ് നോക്കിക്കോ, ഒരു 40 വർഷം മുമ്പ് നോക്കിക്കോ, നമ്മുടെ പിതാക്കന്മാർ എത്ര ശ്രേഷ്ഠകരമായി, എത്ര സുന്ദരമായി ഇങ്ങനെയുള്ള പെരുന്നാളുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ടാടിയവരാണ്. ഇന്ന് എന്തോ ഭൂമി നമ്മോട് കോപിക്കുകയാണോ? ഭൂമി നമ്മോട് കോപിക്കുകയാണോ? ഈ പെരുന്നാളുകൾക്ക് കുറവില്ല, ആഘോഷങ്ങൾക്ക് കുറവില്ല, പ്രകടനങ്ങൾക്ക് കുറവില്ല. പക്ഷെങ്കിൽ എന്തോ ഇന്നും ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ ദൈവ സാന്നിധ്യ ബോധ്യം ഇന്ന് നമ്മളിൽ നിന്ന്, പ്രിയപ്പെട്ടവർ, എന്നോടും കൂടെ, നമ്മളെല്ലാവരോടും കൂടെ ഇന്ന് അല്പം ദൂരെയാണോ എന്നുള്ളത് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിൽ കൊണ്ടാടുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ആ പാട്ട്, ആ ആരാധന ഗീതം ഞാൻ ഉണ്ടാക്കി പാടിയതല്ല. നമ്മുടെ പിതാക്കന്മാർ ആരാധനയോട് ചേർത്ത് വെച്ചേക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഈ പെരുന്നാളിൽ നിന്റെ കോപത്തെ ഞങ്ങളിൽ നിന്ന് നീക്കണം. കർത്താവേ, ഈ പെരുന്നാളിൽ ഞങ്ങളെ നിർമ്മലരാക്കണം. കർത്താവേ, ഈ പെരുന്നാളിൽ ഞങ്ങൾക്കൊരു ഉൾവെണ്മ തരണം. കാലം അതിക്രമിച്ചില്ലയോ സഹോദരങ്ങളെ? കാലം അതിക്രമിച്ചില്ലയോ സഹോദരങ്ങളെ? എന്തിനേറെ പത്രമാധ്യമങ്ങളിൽ പോലും അല്ലേ, ഒരു പക്ഷേ അത് പലരും ചിരിയോടുകൂടിയാണ് ഇന്ന് വായിച്ചത്. അകത്ത് ചൂട്, പുറത്ത് ചൂട് അല്ലേ? പക്ഷെങ്കിൽ ഇതെല്ലാം കൃത്യമായ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. യഥാർത്ഥത്തിൽ കൃത്യമായ ചില ഓർമ്മപ്പെടുത്തലുകളാണ് 2026 ആണ്ടിൽ ജീവിക്കുന്ന, 2026 ആണ്ടിൽ പെരുന്നാൾ കൊണ്ടാടുന്ന നമുക്ക് മാത്രമല്ല, കന്നുകുഴിപ്പള്ളിക്കാർക്ക് മാത്രമല്ല, സഭയാകമാനം, ലോകമാകമാനം ജീവിക്കുന്ന എല്ലാ മനുഷ്യരും, അത് ആത്മീയ പിതാക്കന്മാരും അതെല്ലാ ഭരണകർത്താക്കളും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഈ പെരുന്നാളിൽ കൃത്യമായി ഞാൻ സംബന്ധിക്കുമ്പോൾ ഞാൻ എവിടെയാണ് ക്രിസ്തു സന്നിധിയിൽ? ഈ സഹത എന്താണ് എന്നോട് സംസാരിക്കുന്നത്? ഈ വിശുദ്ധന്മാർ എന്താണ് എന്നോട് സംസാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അത് സത്യമാണ്. ഈ ആരാധനയോട് ചേർന്ന് നിൽക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരായ നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണ് നമ്മളിനിയും ഈ ദേശത്തിന് ഒരു വലം ചുറ്റി ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, ഈ ദേശത്തിന് നന്മ വിതരണമേ, ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന് മധ്യസ്ഥത അണച്ചുകൊണ്ട് പ്രദക്ഷിണമായി ആരാധനയായി നാം സഞ്ചരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാകുന്ന നാം എത്രമാത്രം ഉയരണം, വളരണം. നാനാജാതി മതസ്ഥരായ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഈ ദേശത്ത് തിങ്ങിപ്പാർക്കുന്നത്, വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ, ആ മക്കൾക്ക് ഒരു നന്മയായി മാറുവാൻ, സഹതായുടെ വിശുദ്ധി, സഹതായുടെ മധ്യസ്ഥത ആ മക്കൾക്കൊരു നന്മയായി മാറുവാൻ, ഈ ആരാധനയോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാകുന്ന നമുക്ക്, ഇതിൻ്റെ ഭാഗമാകുവാൻ ഇടയാകുന്ന നമുക്ക് എത്രമാത്രം ഉയരണം, വളരണം, നമ്മൾ എത്രമാത്രം അതിനോട് ഇഴുകിച്ചേരണം. പൗലോസ്ലീഹ ഈ വേദഭാഗത്തിൽ ഒരു കുറിവാക്യമായി നമ്മോട് സംസാരിക്കുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഒരു കഷ്ടതയും സാരമില്ല, ഒരു പ്രയാസവും സാരമില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഭാരമാണ്, എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സങ്കടമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സങ്കടഭാരങ്ങളെക്കാൾ
നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ചെറിയ നൊമ്പരങ്ങളെക്കാൾ എത്രയോ 100 മടങ്ങ് ഇരട്ടിയാണ് ഇങ്ങനെയുള്ള പരിശുദ്ധന്മാർ അനുഭവിച്ച സങ്കടം, ഇങ്ങനെയുള്ള മനുഷ്യർ അനുഭവിച്ച പരീക്ഷകൾ, ഇങ്ങനെയുള്ള മനുഷ്യർ അനുഭവിച്ച അടികൾ, വേദനകൾ, പട്ടിണികൾ. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു അംശം പോലും അനുഭവിക്കാത്ത, അതിൻ്റെ ഒരു അംശം പോലും അല്ലേ, ഇന്ന് ചൂട് നമുക്ക് വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അംശം പോലും, അതിൻ്റെ ഒരു അംശം പോലും അനുഭവിക്കാത്ത നമുക്ക് യഥാർത്ഥത്തിൽ ആ തേജസ്സിൻ്റെ തലം, ആ വെളിച്ചത്തിൻ്റെ തലം, ആ വെട്ടത്തിൻ്റെ തലം ഉൾക്കൊള്ളുവാൻ ഇടയാകുന്നുണ്ടോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ചിന്തയാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ അത് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ലോ അല്ലേ. നിങ്ങളിങ്ങനെയുള്ള സഹതന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ ജീവചരിത്രം പരിശോധിച്ചോ? ഗീവർഗീസ് സഹതായുടെ ചരിത്രം പരിശോധിച്ചോ? ചെറുപ്പകാലം, യൗവനകാലം, നമ്മുടെ കഷ്ടത വരുമ്പോൾ, നമുക്കൊരു സങ്കടം വരുമ്പോൾ ഓടിപ്പോകുന്ന പരിമല തിരുമേനിയുടെ ജീവിതകാലത്തിൻ്റെ എണ്ണം, ദിവസത്തിൻ്റെ എണ്ണം പരിശോധിച്ചോ? എത്ര കാലം ജീവിച്ചു എന്നുള്ളതൊന്നുമല്ല. കുറിയാക്കോസ് സഹതായുടെ ജീവിതം നോക്കിക്കോ. അവരൊന്നും വലിയ കാലമൊന്നും ജീവിച്ചില്ല. പക്ഷെങ്കിൽ ജീവിച്ച കാലം അത് ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയോടെ, ദൈവസന്നിധിയിൽ നീതിയോടെ. ഇന്ന് നമുക്ക് ഭാരമാണ് അല്ലേ. നാളെ എഴുന്നേൽക്കുമോ, നാളത്തെ പറ്റിയുള്ള സങ്കടഭാരങ്ങൾ നമ്മൾ പലപ്പോഴും നീട്ടിപ്പാടും. നാളെയെ കൊണ്ട് എൻ മനസ്സിൽ പാടണ്ട, എന്തിനാ വെറുതെ പാപം വിളിച്ചു ചേർക്കുന്നത്? നാളെയെ കൊണ്ട് എൻ മനസ്സിൽ ഭാരമില്ല എന്ന് നീട്ടിപ്പാടും. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള സഹോദരന്മാർക്കൊന്നും അതൊരു വിഷയമേ അല്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രയാസമേ അല്ലായിരുന്നു. എന്തെല്ലാം പീഡനങ്ങൾ വന്നാലും അല്ലേ, ഗീവർഗീസ് സഹതായുടെ ചരിത്രം അതാ പറയുന്നേ, തള്ളിപ്പറയണം ക്രിസ്തുവിനെ, അല്ലെങ്കിൽ എന്നെ കൊല്ലും. എങ്ങനെയുള്ള പുണ്യവാന്മാരെല്ലാം ഇതല്ലേ സാക്ഷിക്കുന്നത് അല്ലേ. എന്തെല്ലാം പീഡകൾ വന്നാലും, എന്തെല്ലാം നൊമ്പരങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലതകൾ വന്നാലും അല്ലേ. ഇന്ന് പനി വന്നാൽ പള്ളി പോകത്തില്ല, തലവേദന വന്നാൽ പള്ളി പോകത്തില്ല. ഇതെല്ലാം സഹതാ നമ്മോട് സംസാരിക്കുന്ന കാര്യമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, പുണ്യവാന്മാരെ നാം സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലൈറ്റ് അല്ല പെരുന്നാൾ, ചെണ്ടയല്ല പെരുന്നാൾ, വെടിക്കെട്ടല്ല പെരുന്നാൾ, ആരാധനയാണ് പെരുന്നാൾ. ആരാധനയാണ് പെരുന്നാൾ, ഹൃദയവിശുദ്ധിയാണ് പെരുന്നാൾ. ആ സഹതായെ പോലെ എന്നെ ഒന്ന് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പെരുന്നാൾ. അല്ലെങ്കിൽ ഈ പെരുന്നാളിൻ്റെ അർത്ഥതലം ലൈറ്റ് ഷോ പോലെ നമ്മുടെയൊക്കെ ഒരു ഷോയായി മാറുന്ന ഒരു തലത്തിലേക്ക് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ആയി മാറും. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടുന്നവരാണെന്ന് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഒരു കുറിവാക്യമായി നമ്മോട് സംസാരിക്കുന്നത് പോലെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കണം. എന്നിലെ കഷ്ടതകളൊന്ന് മാറുവാൻ, എന്നിലെ നൊമ്പരങ്ങളൊന്ന് മാറുവാൻ, എന്നിലെ വേദനകളൊന്ന് മാറുവാൻ ആ സഹതായുടെ വിശുദ്ധി എന്നിലേക്ക് ഇഴുകിച്ചേരുവാൻ ഇടയാകുമ്പോഴാണ് ഈ പെരുന്നാൾ ആഘോഷങ്ങൾ പുണ്യമായി മാറുന്നത്. വീണ്ടും ഒരു 10 വാക്യങ്ങൾക്ക് ശേഷം വീണ്ടും ഇതിനോട് ചേർത്ത് വെച്ച് തന്നെ പൗലോസ് ശ്ലീഹ വീണ്ടും പറയുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം സകലതും
നന്മയായി മാറുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരും സഹതന്മാരും പരിശുദ്ധന്മാരും തങ്ങളുടെ ജീവനേക്കാൾ അധികമായി ക്രിസ്തുവിനെ ചേർത്തു നിർത്തിയപ്പോൾ നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കിയിട്ടും അവരെ നാം സ്മരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരെ നാം സ്മരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി വ്യാപരിക്കുന്നു. നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ പിറന്നു വീണ, നമ്മെപ്പോലെ ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഒരു മനുഷ്യനെ നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കിയിട്ടും നാം സ്മരിക്കുന്നുവെങ്കിൽ, വിശുദ്ധനായ ഗീവർഗീസ് സഹദാ ലോകത്തിന് പകർന്നു നൽകിയ ആ വിശുദ്ധിയുടെയും വെളിച്ചത്തിൻ്റെയും തലം ലോകത്തിന്, സമൂഹത്തിന് പകർന്നു നൽകുവാൻ ഇടയാകുന്നില്ല എങ്കിൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു വാടാത്ത കിരീടമായി, ശോഭയുള്ള വിളക്കായി, വെളിച്ചമുള്ള ഒരു വലിയ വിശുദ്ധനായി, ഒരു മധ്യസ്ഥനായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന വിശുദ്ധനായ ഗീവർഗീസ് സഹദാ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ ഓടി വരും, ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുവാൻ തയ്യാറായവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു സന്നിധിയിലേക്ക് കൂടുതൽ വളർന്നത്. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി അടികൾ സഹിക്കുവാൻ, ഏൽക്കുവാൻ ഇടയായവരാണ് കൂടുതൽ ദൈവസന്നിധിയിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പലപ്പോഴും പല പരിഹാസ പാത്രങ്ങളായി മാറുന്നില്ലേ? അത് സമൂഹത്തിൽ നിന്നാവാം, ചുറ്റുപാടിൽ നിന്നാവാം. ഒരപരാധവും ചെയ്താതിരുന്നിട്ടും ക്രിസ്തുവിനെ ക്രൂശിച്ച ചില മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ക്രിസ്തുവിനെ ക്രൂശിച്ച ചില മനുഷ്യരെയാണ് നാം കാണുന്നത്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ക്രിസ്തുവിനെ ക്രൂശിച്ച ചില മനുഷ്യരെയാണ് നാം കാണുന്നത്. ഗീവർഗീസ് സഹദായും കുറിയാക്കോസ് സഹദായും സ്തെഫാനോസ് സഹദായും പരിശുദ്ധന്മാരുമെല്ലാം ഇവർ ദൈവത്തെ മുറുകെ പിടിച്ചപ്പോഴാണ് നിന്ദകൾ, പരിഹാസങ്ങൾ പലപ്പോഴും അവരെ തേടിയെത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ ആധുനികമായ കാലഘട്ടത്തിലും ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോഴും ഒരു നിർമ്മല പരിമള വാസനയായി ഈ പെരുന്നാൾ മുഖാന്തരം നാം മാറുന്നില്ല എങ്കിൽ, നമ്മൾ അർപ്പിക്കുന്ന ആരാധന, നാം ദൈവസന്നിധി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഒരു പരിമള ധൂപം പോലെ സ്വർഗസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം വഴിയായി ഉയരുന്നില്ല എങ്കിൽ ഈ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഒരു ചടങ്ങായി മാത്രം മാറുകയാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ സന്ദേശവും ഇതാ തന്നെയാണ്. ഞാൻ ദൈവസന്നിധിയിലേക്ക് വളരണം, ഞാൻ ദൈവസന്നിധിയിലേക്ക് ഉയരണം. ഈ പെരുന്നാൾ കൊണ്ടാടുവാൻ ഭാഗ്യം സിദ്ധിച്ചവരായ നമ്മളെല്ലാവരും ദൈവസന്നിധിയിലേക്ക് വളരുവാൻ, ഈ വിശുദ്ധനെ പോലെ, സഹദായെ പോലെ ആയി മാറുവാൻ ഇടയാകുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ, ഈ ശുശ്രൂഷകളുടെ മൂല്യത്തിൻ്റെ തലം അതെത്രമാത്രമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധനായ ഗീവർഗീസ് സഹദാ സകല ലോക ജനങ്ങൾക്കും ഒരു കാവൽ ഭടനായി മാറിയതുപോലെ, ഒരു ദേശത്തിന് ഒരു കാവൽ ഭടനായി മാറിയതുപോലെ, ഒരു ദേശത്തിന് ഒരു കാവൽ ഭടനായി തീർന്നതുപോലെ, നമ്മുടെ ആരാധന മുഖാന്തരം, നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരം, നമ്മുടെ പ്രതിഷ്ഠണങ്ങൾ മുഖാന്തരം, ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുന്ന ആരാധനകൾ മുഖാന്തരം ഈ ദേശത്തിന് ഒരു കാവൽ ഭടനായി വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത അണയുമ്പോഴാണ് കന്നുകുഴി പെരുന്നാൾ, ഈ ഇടവകയുടെ പെരുന്നാൾ, ഈ പള്ളിയുടെ പെരുന്നാൾ,
ഈ ദേശത്തിന് ഒരു നന്മയായി അനുഗ്രഹമായി മാറുന്നത്. എനിക്ക് ലാഭമായതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമായി എണ്ണിയ ഒരു സഹതായാണ് നാം ദർശിക്കുന്നത്. എനിക്ക് ലാഭമായതെല്ലാം ഛേദമായിട്ട് എണ്ണിയത് അത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്, വേദപുസ്തക വാക്യമാണ് അല്ലേ? ഗീവർഗീസ് സഹതായുടെ ചരിത്രമൊന്നും ഞാൻ പറയേണ്ടിയിരുന്നില്ലല്ലോ. വലിയ പട്ടാളക്കാരൻ, റോമാ പൗരൻ, വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭ്യമാകുവാൻ സാധ്യതയുള്ള മനുഷ്യൻ, ഉയർന്ന തലങ്ങളിൽ ജീവിക്കുവാൻ സാധ്യതയുള്ള മനുഷ്യൻ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ഇതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ, എനിക്ക് ലാഭമായതെല്ലാം അത് ഛേദമെന്നെണ്ണുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ഗീവർഗീസ് സഹതായ്ക്ക് ഇടയായെങ്കിൽ ഇതെല്ലാം ക്രിസ്തു പകർന്നു നൽകിയ മൂല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നല്ല നേർവഴികളുടെ യാത്രയാണ് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ, ഈ പെരുന്നാളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ സഹത വളരെ ശാന്തമായി നമ്മോട് സംസാരിക്കണം. സഹത വളരെ ശാന്തമായി നമ്മോട് ഇടപെടണം. സഹത വളരെ ശാന്തമായി നമ്മോട് സംസാരിക്കണം. ഞാൻ നടന്ന സഹനത്തിൻ്റെ പാതയുണ്ടെങ്കിൽ, ഞാൻ നടന്ന സഹനത്തിൻ്റെ വേദനയുടെ പാത നിങ്ങളിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിൽ ഒരു തേജസ്സുള്ളവനായി, ക്രിസ്തുയേശുവിൽ ഒരു വിശുദ്ധിയുള്ളവനായി മാറുവാൻ തക്കവണ്ണം ഇടയാകുമ്പോഴാണ് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ അത് ഹൃദ്യമായി എത്തിച്ചേരുന്നത്. വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ നമുക്ക് ഇഴുകിച്ചേരാം. പ്രത്യേകാൽ ഈ പരിശുദ്ധനായ ഗീവർഗീസ് സഹതായുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകുവാൻ, ഈ ദേശം ഒരു നന്മയായി മാറുവാൻ ഇടയാകുവാൻ, പ്രത്യേകിച്ച് വളരെ സങ്കടഭാരങ്ങളുള്ള വാർത്തകളാണ് ഈയിടെയെല്ലാം നമ്മൾ കേൾക്കുന്നത് അല്ലേ? പലപ്പോഴും പാമ്പിൻ്റെ വളരെ ഭയാനകമായ നമ്മളോടുള്ള ഒരു കോപത്തിൻ്റെ തലം, ചൂടിൻ്റെ അസഹനീയമായ ഒരു തലം. പ്രിയപ്പെട്ടവരെ, വളരെ ശാന്തമായി നമുക്ക് സഹതായോട് സംസാരിക്കാം. സഹതായി, എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ തെറ്റുകൾ, എൻ്റെ ദൈവസന്നിധിയിൽ നിന്നുള്ള അകൽച്ചയാണോ ഇങ്ങനെയുള്ള വലിയ ആപത്തുകൾ വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്നുള്ളത് വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ സഹതായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാനും, സഹതാ പകർന്നു തന്ന സ്നേഹത്തിൻ്റെയും, സഹതാ പകർന്നു തന്ന വിശുദ്ധിയുടെയും, സഹതാ പകർന്നു തന്ന ആ വലിയ നിലനിൽപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും തലത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വളരുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ, ഈ പെരുന്നാളിൻ്റെ ആരാധനകൾ, ഈ പ്രദക്ഷിണങ്ങൾ, പ്രിയപ്പെട്ടവരെ, അത് ഒരു അനുഗ്രഹമായി മാറണം. ഈ പ്രദക്ഷിണം ഒരു അനുഗ്രഹമായി മാറണം. ഈ ദേശം ഒരു അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണം. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ ദൈവസന്നിധിയിൽ സഹതായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച് ഈ ശുശ്രൂഷകളിൽ പങ്കുകാരാകുവാനും കൂടുതൽ വിശുദ്ധിയോടെ ആരാധനയുടെ മഹത്വത്തിലേക്ക് വളരുവാനും ഉയരുവാനും ഈ ശുശ്രൂഷകൾ മുഖാന്തരമായി മാറട്ടെ. സഹതാ നമ്മോട് സംസാരിക്കട്ടെ. സഹതായുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കിടയാകട്ടെ. എല്ലാ നന്മകളും സ്വർഗീയമായ നൽവരങ്ങളും സഹതായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കും.